പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന എല്ലാ വന്യജീവികളെയും വെടിവെച്ച് കൊല്ലാനുള്ള ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ വിവാദ തീരുമാനത്തിനെതിരെ മന്ത്രി കെ ശശീന്ദ്രൻ. പ്രാദേശിക ഭരണകൂടം നിയമലംഘനത്തിന് നേരിട്ട് ആഹ്വാനം ചെയ്യുന്നത് അസാധാരണം. സാഹസങ്ങളിലേക്ക് ആരും പോകാതിരിക്കുന്നതാണ് നാടിന് നല്ലത്. ബന്ധപ്പെട്ടവർ പുനഃപരിശോധന നടത്തണമെന്നും മന്ത്രി. ഈ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്ന കാര്യത്തിൽ നിയമപരമായ പരിരക്ഷയുണ്ട്. ഒരു ഭരണഘടനാ സ്ഥാപനമായ ഗ്രാമപഞ്ചായത്തുകൾ നിയമവിരുദ്ധമായ നടപടിയിലേക്ക് പോകാൻ നേതൃത്വം കൊടുക്കുന്നതിൽ അതൊരു നല്ല കാര്യമായി കണക്കാക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഇപ്പം പറയുന്നു. അത്തരം സാഹസങ്ങളിലേക്ക് ആരും പോകാതിരിക്കുന്നതാണ് നാടിന് നല്ലത്. നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന ഏത് നീക്കത്തെയും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പൗരന് അനുകൂലിക്കാൻ പറ്റില്ല. അവരൊരു പുനഃപരിശോധന നടത്തണം. പിന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാമല്ലോ. ഇപ്പം പറയണ്ട. ഞാനൊന്ന് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് സംസാരിച്ചിട്ട് നമുക്ക് പറയാം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ബെൻസൺ ബാബു ചേരുന്നുണ്ട്. ബെൻസൺ, ഗതികെട്ട് അവസാനം നിയമലംഘനത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എങ്ങനെ പ്രതിരോധിക്കും ഈ പ്രശ്നത്തെ എന്നതിനെ സംബന്ധിച്ച് മന്ത്രിക്കും കൃത്യമായ ഉത്തരങ്ങളൊന്നുമില്ല. എന്താണ് ഏറ്റവും പുതിയ വിവരം ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ പുതിയ ഉത്തരവുമായി ബന്ധപ്പെട്ട്? സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ ഈ ഒരു തീരുമാനം അത് വളരെ വിവാദമാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ വലിയൊരു ചർച്ചകൾക്ക് വഴിവെക്കുന്നതാണ്. കാരണം ഇത്തരത്തിൽ വന്യമൃഗാക്രമണം രൂക്ഷമായ നിരവധി പ്രദേശങ്ങളുണ്ട് ഈ കേരളത്തിന്റെ മലയോര മേഖലയിൽ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ഈ പഞ്ചായത്തുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ സ്വയം തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതം, ഭാവിയിൽ ദൂരവ്യാപകമായ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും, വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരം സാഹസത്തിന് മുതിരുന്നത് അത് നല്ലതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും. ഈ ഒരു വിഷയത്തിൽ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്ന ഈ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട ചർച്ച മുഖ്യമന്ത്രിയുമായി നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും കൃത്യമായിട്ടും എന്താണ് ഈ വനം വകുപ്പ് ഇതിലൊരു തീരുമാനമെടുക്കാൻ പോകുന്നത് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രാദേശിക ഭരണകൂടം നിയമലംഘനത്തിന് നേരിട്ട് ആഹ്വാനം ചെയ്യുന്നത് അസാധാരണമാണ്. അതായത് അസാധാരണമായ ഒരു തീരുമാനമാണ് ഈ ഒരു ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇത്തരത്തിലൊന്ന് കേട്ടുകേൾവി ഇല്ലാത്തതാണ്. നിലവിൽ നിയമസാധുതയുള്ളത് ഈ കാട്ടുപന്നികളെ മാത്രം വെടിവെച്ച് കൊല്ലാൻ മാത്രമാണ് ഒരു നിയമസാധുതയുള്ളത്. അതിനുള്ള തീരുമാനം യുക്തിപരമായി തീരുമാനമെടുക്കാനുള്ള അവകാശം പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആണ് നൽകിയിട്ടുള്ളത്. എന്നാൽ മറ്റ് വന്യമൃഗങ്ങൾ, ഇപ്പോൾ ആനയാകാം, പുലിയാകാം, കടുവയാകാം, ഇവയൊന്നും തന്നെ ഇത്തരത്തിൽ വെടിവെച്ച് കൊല്ലുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നിയമം, അത്തരത്തിലൊരു നിയമം നിലവിലില്ല. അത് കേന്ദ്ര നിയമങ്ങൾക്കെതിരാണ്. അപ്പോൾ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സ്വയം സ്വീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടിയിരിക്കുന്നു. ബെൻസൺ സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രിയുമായി ഉൾപ്പെടെ ചർച്ച ചെയ്യുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം മറ്റ് തീരുമാനങ്ങളിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ബെൻസനാണ് വിവരങ്ങൾ നൽകിയത്.